എന്താടാ ഗിരി, സുഖാണോ? കടയിലേക്കായിരിക്കും അല്ലേ? പിന്നെ എങ്ങനെയുണ്ട് നിന്റെ കച്ചവടമൊക്കെ? ലാഭാണോ? കുഴപ്പമില്ല. നഷ്ടക്കച്ചവടത്തിന് നിൽക്കരുത് കേട്ടോ. അത് ഞാൻ നോക്കണം. പിന്നെ എന്റെയും പാറുവിന്റെയും ഇടയിൽ ഒരു കരടായിട്ട് നീ പലപ്പോഴും വന്ന് പെടുന്നുണ്ട്. നിങ്ങള് ബന്ധുക്കളൊക്കെ ആയിരിക്കും. പക്ഷെ ആ ബന്ധുബലത്തിന്റെ പേരും പറഞ്ഞ് നീ വെറുതെ പാറുവിന്റെ പുറകെ ചുറ്റിത്തിരിയണ്ട. പാറുവിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഞാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം. നാല് പെങ്ങന്മാർക്കും കൂടി ആകെ ഒരു ആങ്ങളയല്ലേ ഉള്ളൂ. ആ എടാ സോമേ, നീ ആ പെൺകുട്ടിയോട് പറയണം, ആങ്ങളെ നേരെ ചൊവ്വേ കാണണമെങ്കിൽ കടയിലെ കടലയും പരിപ്പും വിറ്റ് ജീവിച്ചാ മതിയെന്ന്. മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടരുതെന്ന്. അതെ, നിനക്ക് എന്നോടെന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അതെന്റെ മുഖത്ത് നോക്കി പറയാം. മാറടാ, ഇന്നലെ പോവാൻ നോക്ക്. എനിക്ക് കടയിൽ കച്ചവടം ഉള്ളതാ. നഷ്ടക്കച്ചവടമല്ല, ലാഭക്കച്ചവടം. ആദ്യം ഈ കഴുത്തി കിടക്കുന്ന നെക്ലേസൊക്കെ ഊരി മാറ്റി കഴുത്തിലെ ഉളുക്കൊക്കെ മാറി തലയൊന്ന് നേരെ നിൽക്കട്ടെ. നാവിന്റെ ദോഷം കൊണ്ട് മറ്റുള്ളവരോട് വാവിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാല് കഴുത്തിന് മേലെ ഈ തല ഉറച്ചൊന്നും വരില്ല.